നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISL മത്സരങ്ങൾ ഫെബ്രുവരി 14 ആരംഭിക്കുമെന്നാണല്ലോ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. എല്ലാ ക്ലബ്ബുകളും പങ്കെടുക്കുമെന്നുള്ള കൺഫർമേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC പിന്തുണക്കാർക്കും അഭ്യുദയാകാംക്ഷികൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ടു ദി സപ്പോർട്ടേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. അതിൽ ബ്ലാസ്റ്റേഴ്സ് ഊന്നിപ്പറയുന്ന കാര്യം ക്ലബിൻ്റെ പാർട്ടിസിപ്പേഷൻ 2026 ISL ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ചും അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാണ് നമ്മളിലേക്ക്, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടേഴ്സിനും വെൽവിഷേഴ്സിനും ഉള്ള ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൽ പറയുന്നു 2026 ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ISL മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കും എന്നുള്ളത് കൺഫേം ചെയ്യുകയാണ്. ദി ക്ലബ് കൺഫേംസ് ഇറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി അപ്കമിങ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വിച്ച് ഈസ് സ്ലേറ്റഡ് ടു കിക്ക് ഓഫ് ഇൻ ഫെബ്രുവരി 2026. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുകയാണ്. ഈ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഒരുപാട് എക്സ്റ്റെൻസീവായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തി വിത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആൻഡ് അസോസിയേറ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ക്ലബ്ബ് നന്ദി പറയുന്നു മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയേഴ്സ് ആൻഡ് സ്പോർട്സിനും അതുപോലെ ഹോണറബിൾ സ്പോർട്സ് മിനിസ്റ്റർ ഈ വിഷയത്തിൽ ഇടപെട്ട് മീഡിയേഷൻ കൃത്യമായിട്ട് നടത്തിയ സ്പോർട്സ് മിനിസ്റ്റർക്കും സ്പോർട്സ് മിനിസ്ട്രിക്കും നന്ദി അറിയിക്കുന്നു എന്നുകൂടി ബ്ലാസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ വിഷയങ്ങളിൽ പലതും അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. വി ആർ ഇൻ ദി പ്രോസസ് ഓഫ് അഡ്രസ്സിങ് ആൻഡ് ഗെയിനിങ് ക്ലാരിറ്റി ഓൺ സെവറൽ ഓഫ് ദീസ് ഇഷ്യൂസ് അവർസെൽവ്സ്. അപ്പോൾ ഈ വിഷയങ്ങളിൽ പലതും ഞങ്ങൾക്ക് ഇനി ക്ലാരിഫൈ ചെയ്യുകയും അതിൽ ഒരു വ്യക്തത വരികയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രോസസ്സിലാണ്, പ്രക്രിയയിലാണ്. അത് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ന് ബ്ലാസ്റ്റേഴ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ ഒരു സമൂലമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സബ്ജക്റ്റ് ടു ന്യൂ ഇക്കണോമിക്, റെഗുലേറ്ററി ആൻഡ് സ്പോർട്ടിംഗ് റിയാലിറ്റീസ്. ബ്ലാസ്റ്റേഴ്സ് എല്ലായ്പ്പോഴും നമ്മുടെ പ്രസൻറ്റിനെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നു, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കൊളാബറേറ്റീവ്ലി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് വർക്ക് ചെയ്ത് ഭാവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കും. ക്ലബ്ബ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, ഫർദർ ഇൻഫോർമേഷൻസ് പിന്നീട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വഴികളിലൂടെ അധികം വൈകാതെ തന്നെ വെരി ഷോർട്ട്ലി നിങ്ങളിലേക്ക് എത്തിക്കും. കാര്യങ്ങളിൽ എല്ലാം വ്യക്തത വന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് പറയുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എല്ലായ്പ്പോഴും എന്ന പോലെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എല്ലായ്പ്പോഴും എന്ന പോലെ നിങ്ങളുടെ പിന്തുണക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തുടർച്ചയായ ആ ഒരു പേഷ്യൻസ് ഉണ്ടല്ലോ, ആൻഡ് ഫോർ യുവർ കണ്ടിന്യൂഡ് പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിൽ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഇനി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്, അതിനുള്ള പ്രോസസ്സിലാണ്. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, ഈ സീസണിൽ ISL പങ്കെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നു. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ സ്പോർട്സ് മിനിസ്റ്റർക്ക് പ്രത്യേകം എടുത്ത് അവർ നന്ദി പറയുന്നുണ്ട് ഇതിലുള്ള ഒരു മീഡിയേഷൻ പങ്കുവഹിച്ചതിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.